ഹായ് ഫ്രണ്ട്സ്, സ്റ്റോറിയായിട്ട് പോവാം. ടൈറ്റിൽ നിങ്ങൾക്ക് മനസ്സിലായില്ല, ക്യൂട്ട് സിയോ. നമുക്ക് സ്റ്റോറിയായിട്ട് പോവാം. നമ്മൾ ജിൻ ഒരു ഒരു മോഡൽ, ഒരു ആക്ടർ, അത് മാത്രമല്ല ഒരു ഫേമസ് ആക്ടർ. നമ്മൾ ഹീറോ ഒരു സിഒ ആണ്, റിച്ച് ഗേൾ. അതെ, നമ്മൾ ഹീറോയിൻ. നമുക്ക് സ്റ്റോറിയായിട്ട് പോവാം. ഏയ് മേഘന, നിക്കടി, പോ, എനിക്ക് നമ്മളെ പിണക്കോ. മേഘന സ്റ്റോപ്പ് എന്ന് പറഞ്ഞ മേഘ തിരിഞ്ഞു നോക്കിയായിരുന്നു. മേഘൻ്റെ വീട് ചേഞ്ച് ആയിരുന്നു. അയ്യോ മേഘന, ഐ എം സോറി മേഘന എന്ന് പറഞ്ഞ് ഒരു ഗേൾ വന്ന് മേഘനെ ഹക്ക് ചെയ്തിരുന്നു. മേഘന പറയായിരുന്നു, ഇത് കാര്യം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല നിനക്ക് എന്ന് പറഞ്ഞ മണ്ടിക്കൊരു. അയ്യോ ചേച്ചി, സോറി ചേച്ചി എന്ന് പറയുന്നു. നമ്മുടെ ഹീറോയി ആണായിരുന്നു. ഹീറോയി സോറി ചേച്ചി എന്ന് പറയായിരുന്നു. എന്തടി ഇങ്ങനെ പറയാ? അതെ, മേഘന പറഞ്ഞ ഹീറോയിൻ്റെ സീനിയർ അതെ സീനിയർ, സ്വന്തം അനിയത്തി മാത്രം. അവർക്ക് പറഞ്ഞ മേഘനക്ക് പറഞ്ഞ അനിയത്തിയില്ല, അനിയൻ മാത്രം. ഹീറോയിന് ചെറിയ പ്രായത്തിൽ അനിയത്തിമാർ സ്വന്തം നോക്കായിരുന്നു. പ്രിയ പറയായിരുന്നു, ചേച്ചി ഇങ്ങനെ പിണങ്ങ ഞാൻ എന്ത് ചെയ്യും ചേച്ചി എന്നെ പറയായിരുന്നു. അയ്യോ എൻ്റെ കുട്ടി, ചെള്ളക്കുട്ടിക്ക് ഇത്ര ടെൻഷനാ എന്ന് പറയുന്നു. അങ്ങനെ മേഘന സമാധാനമാക്കിയത്. മേഘന പറഞ്ഞ ഒരു കമ്പനി ഫേമസ് സിഇഒ ആണ്. അതുമാത്രമല്ല ഹീറോയും ഒരു കമ്പനി ആണ്. അതുമാത്രം ക്യൂട്ട് സിഇഒ. അത് മേഘന റിച്ച് സിഇഒ. അത് മേഘനൻ്റെ കമ്പനി ഒരിക്കൽ ഞങ്ങളെ പ്രിയ നോക്കൂ. അതുമാത്രമല്ല മേഘന നോക്കൂ. മേഘനക്ക് ബിസി ഉണ്ടായാൽ മാത്രം സ്വന്തം കമ്പനിയാണ് മേഘന അച്ഛനമ്മ അങ്ങനെ ഫ്രണ്ട്സ് ഫാമിലി മാത്രമേ ഇരിക്കും. അങ്ങനെ മേഘനൊക്കെ ഒരു ജോലി വന്നു. ഹലോ, എന്ത് പറ്റി സർ? ഓക്കെ സർ, അതൊക്കെ ഇപ്പം എന്താ ചെയ്യുക എന്ന് പറയായിരുന്നു. മേഘനെ കുറച്ച് ടെൻഷനായിരുന്നു. പ്രിയ, എന്ത് ചേച്ചി? ഇല്ലമ്മ, ഞങ്ങൾ എൻ്റെ കോളേജ് പ്രൊഫസറില്ലേ കോൾ ചെയ്തായിരുന്നു. അത് കുറച്ച് പോകാനുണ്ടോ എനിക്ക് അവിടേക്ക്. എന്ത് ചേച്ചി? ഇല്ലമ്മ, സാറ് വിളിച്ചായിരുന്നു, പോയിട്ട് വരാം. ചേച്ചി ഞാനും കൂടെ വരാം. ശരി ഓക്കെ വാ എന്നെ മേഘനെ വിളിച്ചുകൊണ്ട് പോയിരുന്നു. നമ്മളെ പ്രിയ കൊച്ചി കൂടെ പോയിരുന്നു. അവിടെ പ്രൊഫസർ ഉണ്ടായിരുന്നു. പ്രൊഫസർ പറഞ്ഞു, മേഘന ഒരു കാര്യം പറയുന്നുണ്ടോ, ഇവിടെ കോളേജിൽ ഒരു ആഡ് ഷൂട്ട് ചെയ്യാനുണ്ട് പറഞ്ഞിട്ടുണ്ടോ മേഘനോട് പറഞ്ഞിരുന്നു. മേഘന ഷോക്കായിരുന്നു. എന്താ സാർ പറഞ്ഞ? ഇല്ലമ്മ, ഇവിടെ ഷൂട്ടിങ് ചെയ്യാൻ പോകുന്നുള്ളത് കുറച്ച് കൊറിയനിലാണ്. കൊറിയക്കാർ വന്നിട്ടുണ്ടോ ഇവിടെ ഷൂട്ടിങ് ചെയ്യാൻ പോകുന്നുള്ളത്. അതുമാത്രമല്ല മേഘന, നിങ്ങൾ ആഡ് ഷൂട്ടിങ്ങിൽ കുറച്ച് പേര് ആഡ് ചെയ്യാൻ ഇവിടെ വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ട്രാൻസ്ലേറ്റർ വേണം മേഘന ഷോക്കായിരുന്നു. ശരി ഓക്കെ. മേഘന പ്രിയനോട് പറഞ്ഞു, പ്രിയ എന്ത് ചേച്ചി, മോള് പോയിട്ട് ഇവർക്ക് ഹെൽപ്പ് ചെയ്യണം, മനസ്സിലായോ? ഓക്കെ ചേച്ചി, ഞാൻ കൂടെ ഹെൽപ്പ് ചെയ്യാം എന്നെ മേഘനോട് പറഞ്ഞിരുന്നു. മേഘന ചിരിച്ചിട്ട് പറഞ്ഞു, ശരി പാ എന്ന് പറഞ്ഞു. ഇവൾ കൂടെ വരും, ഇവൾ ഫ്രണ്ട്സ് കൂടെ വരും. ഓക്കെ സർ, ഓക്കെ മാം എന്ന് പറഞ്ഞു. സാർ ഞാനും നിങ്ങൾ കോളേജിലെ പഠിച്ചത്. ഇല്ലമ്മ, നിങ്ങൾ എത്ര വലിയ സിഇഒ ആണ്. സരി സർ എന്ന് പറഞ്ഞു മേഘന ചിരിച്ചിട്ട് പോയായിരുന്നു. അതെ കൂടെ ചേച്ചി ഞാനും കൂടെ വരാം, അവർ 4 വരുന്നു എന്നെ പ്രൊപ്പോസർ പറഞ്ഞു. ശരി ഓക്കെ എന്ന് അവർ ജോലിയായിട്ടിരുന്നു. എടി മേഘന വീട്ടിൽ വന്നത് അമ്മ. എവിടെ കുട്ടി, എവിടെ? ആകത്ത ഉറങ്ങിയോണ്ടു. ഓ ശരി, ഞാൻ പോയിട്ട് വരാം. ഫുഡ് ശരി ഫുഡ് കൂടെ വെച്ചിട്ടുണ്ട്. ശരി ഓക്കെ, ഞാൻ പോയിട്ട് വരാം. അങ്ങനെ മേഘന ഉണർത്തിയായിരുന്നു. ചേച്ചി മേഘന വിളിച്ചായിരുന്നു. അങ്ങനെ മേഘന വിളിച്ചാൽ കൊണ്ട്, ചേച്ചി നിന്നെ ചേച്ചി വിളിക്കുന്നു, ഞാൻ കുറച്ച് ഉറങ്ങാം. മേഘന പറയായിരുന്നു, എടി പ്രിയ കൊച്ചി ഇന്ന് പോണ്ടേ? ചേച്ചി അതൊക്കെ പറഞ്ഞേക്ക് വാ എന്ന് പറഞ്ഞു മേഘന ഇങ്ങനെ കൊണ്ടുപോയി. ബാത്റൂം പോയി കുളിക്കാൻ പറയായിരുന്നു. ഞാൻ കുളിക്കില്ല മേഘന, ഞാൻ പറയായിരുന്നു, ഞാൻ കുളിപ്പിക്കണം. വേണ്ട വെച്ചു, ഞാൻ കുളിക്കാം. അങ്ങനെ ഹീറോയി കുളിച്ച് ഫ്രഷായിട്ട് വന്നായിരുന്നു. ശരി, കുട്ടി നല്ല നല്ല ക്യൂട്ടായിട്ടുണ്ട് അങ്ങനെ പറയായിരുന്നു. അങ്ങനെയായിട്ട് കുളിച്ച് ഫ്രഷായിട്ട് വന്നായിരുന്നു. അങ്ങനെ രണ്ടുപേരും കുളിച്ച് നന്നായിട്ട് ഫ്രഷായിരുന്നു. അങ്ങനെയായിട്ട് ശരി ഓക്കെ മേഘന പറഞ്ഞു. മേഘന അവളുടെ കുളിച്ച് ഫ്രഷായിട്ട് വന്നായിരുന്നു. മേഘന അങ്ങനെ ബാത്റൂം പോയിട്ട് കുളിച്ച് ഫ്രഷായി ഒരു പിങ്ക് സാരി എടുത്തു. മേഘന പറയായിരുന്നു, ഞാൻ പോവാം, പോയിക്കോ ശരിയെന്ന് പറഞ്ഞു. നമ്മൾ പ്രിയ വന്നായിരുന്നു. അതെ, പ്രിയ വന്നു. പ്രിയ ഓക്കെ എന്ന് പറഞ്ഞു. അങ്ങനെ വന്നു കാക്ക തുടങ്ങി. ആരാ ഇവിടേക്ക് വരാൻ പോകുന്നത്? എന്നെ ക്യൂട്ട് സി ഗേൾ. അതെ, നമ്മളെ ഹീറോയിൻ പ്രിയ കാത്തിരുന്നു. ആരെ കാണില്ല. സ്കിമ്മി ഏസ് തിരിഞ്ഞു നോക്കി. ജിൻ്റെ റിയാക്ഷനായിട്ട് ഹീറോയിനെ നോക്കുമായിരുന്നു. ഹീറോയിന് ഇങ്ങനെ ഫോട്ടോസ് പോസ്റ്റ് കൊടുത്തത് സ്കിമ്മി എന്ന് പറയുന്നു. അങ്ങനെ തിരിഞ്ഞു നോക്കി. ജിന്നി നോക്കി ഷോക്കായിരുന്നു. ഹായ് എന്ന് പറയുന്നു. ഞാനാണ് നിങ്ങളെ ട്രാൻസ്ലേറ്റർ എന്ന് പറഞ്ഞ്
ശരി ഓക്കെ എന്ന് പറഞ്ഞ് ഇവിടെ നിന്നോ ഞാൻ കുറച്ച് ഫോട്ടോഷൂട്ട് അങ്ങനെ ഫോട്ടോക്ക് സ്റ്റൈലായിട്ട് കാട്ടായിരുന്നു. അത് മാത്രമല്ല ഷൂട്ടിങ് ചെയ്യാൻ പോയായിരുന്നു. മേഘന വന്നായിരുന്നു. ആ എല്ലാം നടക്കട്ടെ. അങ്ങനെ മേഘനക്കും ഓൾറെഡി മാരേജ് ആയിരുന്നു. അതെ മാരേജായി. അത് മാത്രമല്ല ഒരു ആക്ടർ കൂടെയാണ്, ഇന്ത്യൻ ഫേമസ് ആക്ടർ. ഹീറോയിനൊക്കെ ചിരിക്കുകയായിരുന്നു മേഘന നോക്കിയിട്ട് ചിരിക്കുകയായിരുന്നു ഹീറോയിൻ. അങ്ങനെ ജിന്നെ നോക്കിയിട്ട് മോശമില്ല എന്നെ പറഞ്ഞു. ജിന്ന് നല്ല ഹാൻസം ആയിട്ടുണ്ട്. ശരി ഇവന് സിംഗിളായ ഇവള് കെട്ടിങ് കൊടുത്തായിരുന്നു. അങ്ങനെ മേഘനവും പ്ലാൻ ചെയ്തിരുന്നു. ഇവർ രണ്ടുപേരും ലവ് ചെയ്ത് നല്ലോണ്ടായിരുന്നു. മേഘന മനസ്സിലൂടായിരുന്നു നല്ല ചെക്കനാ എന്നെ പറഞ്ഞ് മേഘന അവിടെ നിന്ന് പോയിരുന്നു. ഹീറോയിൻ ക്യൂട്ടായി സംസാരിക്കാം. ഇതിൽ മേഘന അവിടെ ഇരുന്ന് സ്ഥലത്ത് ജ്യൂസ് കുടിക്കായിരുന്നു. ജിന്നെ നോക്കിയായിരുന്നു. ജിന്നെ എപ്പോഴാണ് നോക്കുന്നതെന്ന് മേഘന തിരിഞ്ഞ് നോക്കും. മേഘനൊക്കെ കണ്ണ് വർത്തായി. ഓഹോ സൈറ്റ് അടിക്കണ സൈറ്റ് അടിക്കട്ടെ എല്ലാം മേഘന ശ്രദ്ധിക്കായിരുന്നു. അത് മാത്രമല്ല മേഘന ജിൻ എന്തെല്ലാം റിയാക്ഷൻ കാട്ടുന്നുണ്ടോ എല്ലാം വീഡിയോ ചെയ്യാൻ തുടങ്ങിയായിരുന്നു. ജിന്ന് ഏതെല്ലാം റിയാക്ഷൻ കാട്ടുന്ന ഫുള്ള് വീഡിയോ. അതെ അവിടെ ഒരു ക്യാമറ വെച്ച് സീക്രട്ടായിട്ട് വീഡിയോ ചെയ്തായിരുന്നു. ജിന്ന് എവിടെയൊക്കെ ഹീറോയിൻ ഫോളോ ഹീറോയിനെ നോക്കി സൈറ്റ് അടിക്കായിരുന്നു. ജ്യൂസ് അടിക്കാൻ പോകുമ്പോൾ എവിടെയൊക്കെ പോകുമ്പോൾ ഇത് ഫോളോ ചെയ്ത് ജിന്ന് ഹീറോയിൻ്റെ പുറകെ നടക്കുന്നത്. ഇതെല്ലാം മേഘന കണ്ടുപിടിച്ച്. ശരി പിന്നെ മനസ്സിലാക്കാം എന്ന് പറഞ്ഞ് മേഘന അവിടുത്തെ ചിരിച്ചിട്ട് പോയായിരുന്നു ഹീറോയിനെ കൂടെ വിളിച്ചുകൊണ്ട്. ഡെയിലി ഇങ്ങനെ നടക്കായിരുന്നു. മേഘനൊക്കെ കുറച്ച് കടുപ്പായി. പ്രൊപ്പോസ് ഒന്നും ചെയ്യില്ല. അങ്ങനെ ശരി ഓക്കെ വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ ഹീറോയിൻ ഒരു പ്ലാൻ ചെയ്ത് മേഘന ഒരാളെ വെച്ചത്. ജിന്ന് ഹീറോയിൻ്റെ പുറകെ നടക്കായിരുന്നു. അപ്പോൾ ഒരു ബോയ് വന്ന് നല്ല ബ്ലാക്ക് ഇങ്ങനെ കാറിലായിരുന്നു. ജിന്ന് നോക്കി ആരായിരുന്നു വരുന്നത്. ഒരു ക്യൂട്ടായിട്ട് ഒരു ബോയ് ഹാൻസം വൈറ്റ് ബോയ് ഇങ്ങനെ കാറിൽ സ്റ്റൈലായിട്ട് ഇറങ്ങി വന്നായിരുന്നു. അങ്ങനെയായിട്ട് വന്നിട്ട് ഹീറോയ്ക്ക് പ്രൊപ്പോസ് ചെയ്യാൻ വന്നായിരുന്നു. അങ്ങനെയായിട്ട് അവിടെ കുറച്ച് സ്റ്റൈലായിട്ട് കുറച്ച് സംസാരിക്കുമായിരുന്നു. അങ്ങനെ ജിന്ന് കേട്ടോ ഹായ് സർ ഹലോ എന്ന് ജിന്ന് പറയുന്നു. എന്താ ചെയ്യുന്നത് ജിന്ന് കേട്ടായിരുന്നു. ഞാൻ പ്രൊപ്പോസ് ചെയ്യാൻ പോകുന്നത്. ആരൊക്കെ അവിടെ ഇങ്ങനെ ബ്ലൂ സാരി എടുത്തുള്ള ആ ഗേൾക്കാണ് പ്രൊപ്പോസ് ചെയ്യുന്നത്. പേര് പറഞ്ഞു. ജിന്നുക്ക് ഷോക്കാണ്. അയ്യോ പ്രൊപ്പോസ് ചെയ്യുമ്പോൾ അതെ സാർ ഇപ്പോൾ കുറച്ച് നിങ്ങളെ കൂടെ ഒരു ഫോട്ടോ എടുക്കാൻ വന്നതാ സാർ എന്നെ ഫോട്ടോ നിങ്ങളെ കാണാൻ വേണ്ടി വന്നതാ ഇവിടെ ഉള്ളത്. ഫോൺ വന്നായിരുന്നു. ശരി സാർ ഇപ്പോഴേ വരുന്നത് അമ്മ വിളിക്കാം. എന്നാൽ അമ്മയോട് സംസാരിച്ച് വരാം. ജിന്നുക്ക് ഷോക്കായിരുന്നു. ഇവിടെ ഇട്ട് ശരിയാവില്ല. അങ്ങനെ ഹീറോയിനെ തേടിയുള്ളൂ.